സിനിമാ നടി ലക്ഷ്മി പ്രിയയുടെ വീട്. ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ആക്ട്രസിന്റെ വീട്ടിലാണ് നമ്മൾ ഓഡിഷന് പോയിട്ട്. നമ്മൾ പോകുന്ന പടത്തിന്റെ പേര് ക്രോസ് വിൻസ് എന്നാണേ. അപ്പൊ ഈ ഒരു പടത്തിന്റെ ഓഡീഷന് പോകാൻ വേറൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഡയറക്ടറെ നമുക്ക് ഈ ക്രോസ് വിൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിന്, അതായത് പുള്ളിക്കാരന്റെ പേര് ബഷീർ പൊന്നാനി എന്നാണ്. പുള്ളിക്കാരൻ നമുക്ക് നേരത്തെ ഒരു പടത്തിൽ കണ്ടു പരിചയമുണ്ട്, നമുക്ക് ചെറിയൊരു കോണ്ടന്റ്. അപ്പം നമ്മൾ ബഷീർക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പം അതെങ്ങനെ പരിചയം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് വേറൊരു പടത്തിന്റെ ഒരു ഇതിൽ പോയായിരുന്നു, ഓഡിഷന് പോയായിരുന്നു, കിടുക്കാച്ചളി എന്ന് പറഞ്ഞ സിനിമ. അപ്പം ആ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. അപ്പം അതിനകത്ത് എന്നെ ഈ ബഷീർക്ക എന്ന് പറഞ്ഞത്, ബഷീർ പൊന്നാനി എന്ന് പറഞ്ഞ ഈ ഡയറക്ടർ എന്നെ പരിചയപ്പെടുത്തിയത് റസാഖ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആ റസാഖ് എന്ന് പറഞ്ഞ ആളെ ആരെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇതിനു മുമ്പ് ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ പടത്തിൽ ഞാൻ ചെറിയൊരു റോള് ചെയ്തായിരുന്നു. അപ്പോൾ ആ റോള് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചൊരു പുള്ളിക്കാരുണ്ട്, റസാഖ് എന്ന് പറഞ്ഞത്. അതാണ് ഈ റസാഖിക്ക. ഞങ്ങൾ റസാഖിക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അന്ന് ഓഡിഷൻ എറണാകുളം ചെയ്തപ്പോൾ റസാഖിക്ക ഈ ഓഡിഷനിൽ ഉണ്ടായിരുന്നു. ഓഡിഷൻ ചെയ്യാനല്ല, അവിടെ പ്രൊഡക്ഷൻ ടീമിലായിട്ട് ഉണ്ടായിരുന്നു, അതായത് അഭിനയിക്കാനായിട്ട്. അപ്പം പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പം എന്നെ മനസ്സിലായി. ഞാൻ ചെന്ന് നേരെ പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ അടുത്ത് പറഞ്ഞു, ഈ പടത്തിന്റെ ഡയറക്ടറായിട്ട് ബഷീർക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നേരെ അങ്ങനെയാണ് ഈ ബഷീർക്കെ പോയി പരിചയപ്പെടുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഓഡിഷൻ കഴിഞ്ഞ് നമ്മൾ സെലക്ട് ആയില്ല, നമ്മൾ വിളിച്ചില്ല. അത് കഴിഞ്ഞൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും റസാഖിക്ക വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇപ്പം കിടുക്കാച്ചളി എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷൻ ചെയ്ത സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരത്ത് ചിറയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പം നീ ജസ്റ്റ് അവിടെ വരെ ഒന്ന് വന്ന് നോക്ക്, ഡയറക്ടറോടൊന്ന് ബഷീർക്കയോടൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പം റോഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെൻ്റെ കൂട്ടുകാരനും വീണ്ടും തിരുവനന്തപുരത്ത് ചിറയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ബഷീർക്കയെ കണ്ടു. അപ്പോൾ ബഷീർക്ക പറഞ്ഞു, ഈ സിനിമയിൽ റോളൊക്കെ ഫുള്ളായി, അതുകൊണ്ട് അടുത്ത പടത്തിൽ റോള് തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇപ്പം നിലവിലത്തെ ഓഡിഷനായിട്ടുള്ള ഈ ക്രോസ് വിൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിഷനിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രെയിനിൽ കയറി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ. രാവിലെയാണ്. പിന്നെ ഇതിനു മുമ്പ് ഈ ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഒരു മെമു എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് നല്ല തിരക്കുള്ളത് കൊണ്ടാണ്. ഇതിന് വലിയ തിരക്കില്ല. ഇപ്പം പോവാറാണ്, ആംബുലൻസാണ് ജനറല്. പിന്നെ നല്ല വൃത്തിയുള്ള കോച്ചാണ് കേട്ടോ. അതെ, നമ്മൾ ഇതുവരെ ഇത്ര നാളായിട്ട് ട്രെയിനിൽ കയറിയിട്ട് ഇത്ര നല്ല വൃത്തിയുള്ള ഒരു കോച്ച് കണ്ടിട്ടില്ല. നല്ല വൃത്തി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കോച്ച്. ഇത് ഏത് ഷെഡിൻ്റെ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, നല്ല വൃത്തിയുള്ള കോച്ച് കേട്ടോ. നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കോച്ച് കേട്ടോ. ഇതിപ്പോൾ ഏത് സ്റ്റേഷനാണ് നോക്കട്ടെ. ഇത് ചങ്ങനാശ്ശേരിയാന്ന് തോന്നുന്നു, ചങ്ങനാശ്ശേരി. നല്ല വൃത്തിയുള്ള കോച്ച് കേട്ടോ. നമ്മൾ ഇത്ര നാൾ ട്രെയിനിൽ കയറിയിട്ട് ഇത്ര നല്ല കോച്ച് കിട്ടില്ല. ഇതിപ്പം ജനറലാണ്, നമ്മൾ ജനറലാണ് കയറി. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ നല്ല വൃത്തിയുള്ള കോച്ചാണ് കേട്ടോ. അപ്പോൾ കാശ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അവരുണ്ട് മസാല ദോശ പറഞ്ഞു, ഞാൻ ഒരു ഇഡലിയും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക ആര്യാസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ. K9 സ്ക്വാഡിൻ്റെ ഒരു ഓഫീസ് കണ്ടിട്ടുണ്ട്. K9 സ്ക്വാഡ്, കൊച്ചി സിറ്റി. K9 സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമുക്ക് ഈ ഡോഗ് സ്ക്വാഡില്ലേ, അതാണ് K9 സ്ക്വാഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ജീപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടേ, ഇഷ്ടംപോലെ. ഇപ്പം അതിനെ നായ്ക്കളെ പട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഗ്രൗണ്ടായത് K9 സ്ക്വാഡിൻ്റെ. അങ്ങനെ ഫൈനലി നമ്മൾ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. വെള്ളപ്പൊക്കമൊക്കെ ആക്കേണ്ട ആൾ കുറവാണെന്ന് തോന്നുന്നു, അറിയില്ല. കുറച്ച് പേർക്ക് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ ഏജ് കാറ്റഗറിയുള്ള ആൾക്കാരുള്ളതുകൊണ്ട് തിരക്ക് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. വലിയ തിരക്കില്ല കേട്ടോ. നമ്മൾ ഓഡിഷൻ എത്തിയായിരുന്നു. അപ്പോൾ ഓഡിഷൻ വന്നപ്പോൾ തന്നെ നമുക്കത് ഇങ്ങനൊരു പേപ്പറാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ 184. അതിനകത്ത് നമ്മുടെ പേരുണ്ട്, വയസ്സുണ്ട്, ലിംഗമുണ്ട്, ജനനതീയതിൻ്റെ വിലാസം, നമ്മുടെ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങൾക്ക് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓഡിഷൻ. കുറച്ച് പേര് വന്നിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി പേരൊന്നുമില്ല. ഈ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഭയങ്കര കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഓഡിഷന് വന്ന സ്ഥലം. ഇതിൻ്റെ മേളിലാണ് ഓഡിഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് സിനിമാ നടി ലക്ഷ്മി പ്രിയയുടെ വീട്. സിനിമയിലും സീരിയലിലും ഒക്കെ ഒരുപാട് ഉള്ള ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ വീടാണ്. ഈ വീട്ടിലായിരുന്നു ഓഡിഷൻ.
അപ്പോൾ അങ്ങനത്തെ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് എടുക്കും. അപ്പോൾ ആ ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ നിങ്ങൾ ഒരു മാക്സിമം ഇമോഷൻസ് ചെയ്യാം. അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഓഡീഷന് വന്നിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ല, അതായത് ഒരു 10-9 താഴെയുള്ള ആൾക്കാരുള്ളൂ. കാരണം വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരില്ല. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 184 പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു ഓഡീഷൻ്റെ ആദ്യത്തെ ഓഡീഷൻ്റെ ബാക്കി വന്ന പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. പക്ഷേ എന്നോടിപ്പം നോക്കുമ്പം പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 നമ്പർ വരുന്നത്. പിന്നെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലം നമ്മളോട് നിലവിലിപ്പം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഗൈസ്, ഓഡിഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരും അതിൻ്റെ അണിയറ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അവരാണ് ഓഡിഷൻ, ഇതാണ് നമ്മുടെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ. ഞങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ച് നമ്മളകത്ത് കയറി. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ബഷീർക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബഷീർക്കെ കണ്ടു, സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്നപോലെ ഇതിന് മുമ്പത്തെ ഓഡീഷനിൽ വന്നെന്ന് ഇക്കയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്ക പറഞ്ഞു ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓഡീഷൻ അറ്റൻഡ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഓഡീഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കയറി പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. അവനത് പോർട്രേറ്റ് മോഡിലെടുത്ത്, അതുകൊണ്ട് അങ്ങനെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോയത് ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ച പോലെ തന്നെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഓഡീഷന് പോയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ മനസ്സിലായില്ല, ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്താണ് അത് മനസ്സിലായത് പുള്ളിക്കാരിയുടെ വീടാണെന്നുള്ളത്. പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഓഡീഷൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഡീഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തു. ഒത്തിരി പേരൊന്നും ഇല്ല, എന്നാലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓഡീഷൻ കഴിഞ്ഞായിരുന്നു, പക്ഷേ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ 2 മണിക്കേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 1:15 എങ്ങാണ്ടായതുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്ത് ഹിൽ പാലസ് എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്, വലിയ മ്യൂസിയമാണ്. അപ്പോൾ ഒരുപാട് സംഭവം കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ 2 മണി തൊട്ട് 4 മണി വരെ ഉള്ള അതിൻ്റെ ടൈം. ടിക്കറ്റ് നേരത്തെ കിട്ടും, പക്ഷേ 2 മണിക്ക് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് പോയിരുന്നു. പിന്നെ ഞങ്ങൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ ഒരുപാടൊന്നും വലിയായിട്ട് കാണാനില്ല. പിന്നെ നമുക്ക് സമയം മഴ വരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേന് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന തീരുമാനിച്ചു. അപ്പം ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് ഇവിടെ തൊട്ടടുത്ത് കടകളൊന്നും നമുക്ക് അറിയാമല്ലോ. ഇപ്പം തന്നെ ശേഷം 1:15 ആയി. അതുകൊണ്ട് നമ്മളിപ്പം തിരിച്ച് തിരുവല്ല ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു.